ലോഞ്ച് ബട്ടൺ അമർത്തിക്കൊണ്ട് മീഡിയ വണ്ണെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി ശ്രീ A.K. ആന്റണി അവർകളെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളട്ടെ. മീഡിയ വണ്ണിൻ്റെ നിർമ്മാണപൂർവ്വകാലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കരുത്തും ശക്തിയും പകർന്നു തന്ന ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി ശ്രീ A.K. ആന്റണി അവർകൾ മറ്റ് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ മീഡിയ വണ്ണിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇനി സദസ്യരെ സംബോധന ചെയ്യുന്നു. ബഹുമാനായ അധ്യക്ഷൻ, മാധ്യമം ചെയർമാൻ ടി അരിഫ് അലി, ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ, ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളീയ സമൂഹത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക, ഉദ്യോഗസ്ഥ, മാധ്യമരംഗത്തെ എല്ലാ രംഗത്തെയും പ്രമുഖരായ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അനുജത്തിമാരെ, അനുജന്മാരെ, മറ്റ് സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ മാധ്യമം പത്രത്തിൻ്റെ കുടുംബം മാത്രമല്ല, അതിവിപുലമായ മാധ്യമ കൂട്ടുകുടുംബത്തിലെ സുഹൃത്തുക്കൾ. ആദ്യമായി ഞാൻ 25 വർഷക്കാലമായി മലയാളി സമൂഹത്തിനിടയിൽ അഭിനന്ദനങ്ങൾ പിടിച്ചുപറ്റിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മാധ്യമം കുടുംബത്തിലെ നവജാത ശിശുവായ മീഡിയ വണ്ണിന് എല്ലാ ആശംസകളും നേരുന്നു. മീഡിയ വൺ നേരെ നേരെ നന്മ, ഇതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. അരിഫ് അലി സാഹിബ് പറഞ്ഞു, ഒഴുക്കിനെതിരെ നീന്തിയാലും ഞങ്ങൾ നേരിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന്. അങ്ങനെ നിൽക്കാനുള്ള ധാർമ്മിക ശക്തി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ചാനലുകൾക്കിടയിൽ അവരോട് മത്സരിച്ച്, ഇഞ്ചോടിഞ്ച് മത്സരിച്ചുകൊണ്ട് മീഡിയ വണ്ണിൻ്റെ ഉന്നത സ്ഥാനം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ, നേരും നെറിവും നന്മയും നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും പറയുന്നു. എൻ്റെ ധാർമ്മികമായിട്ടുള്ള പിന്തുണ, മറ്റെല്ലാ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങൾ വിജയിച്ചു വരട്ടെ, നിങ്ങൾ പരാജയപ്പെട്ടുകൂടാ നിങ്ങളുടെ ഈ ലക്ഷ്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമൊത്ത് മീഡിയ വണ്ണിൻ്റെ ഓഫീസിൽ പോയിരുന്നു, സ്റ്റുഡിയോയിൽ പോയിരുന്നു. ഓഫീസ് എന്ന് പറയുന്നത് ശരിയല്ല, സ്റ്റുഡിയോയിൽ പോയിരുന്നു. ഞാൻ ദൂരെ നിന്നത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി.
എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് എം കെ രാഘവനോടും ഷാനവാസനോടും പറഞ്ഞു, ഇതൊരു കൊള്ളാമല്ലോ, സംഗതി വളരെ അത്ഭുത വിസ്മയകരമായിരിക്കും എന്ന് പറഞ്ഞു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ അതിവിസ്മയകരം. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ആദ്യത്തെ അഭിപ്രായം പറയാം, നിങ്ങൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പല ചാനലുകളും പ്രവർത്തിച്ച് എനിക്ക് നേരിട്ട് പരിചയമുള്ള പരിചയസമ്പന്നരായിട്ടുള്ള കുറേ സുഹൃത്തുക്കളെ ഞാൻ കണ്ടു. അവരിടയിലേക്കൂടെ നടന്ന് നീങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെ നോക്കിയാലും നല്ല പൊട്ടിത്തെറിക്കുന്ന ചുറുചുറുപ്പുള്ള പ്രസരിപ്പുള്ള ചെറുപ്പക്കാരെയാണ്. പരിചയസമ്പന്നരുടെ കൂടെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർ. അവർ ചിലപ്പോൾ എടുത്ത് ചാടും. അപ്പോൾ പരിചയസമ്പന്നർ അവരെ ഉപദേശിക്കണം. പക്ഷേ ഇന്ന് ലോകത്തിലെ യങ്ങസ്റ്റ് കൺട്രി, ലോകത്തിലെ ഏറ്റവും ചെറുപ്പമായ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർ 25 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ചെറുപ്പക്കാരുടെ കൂടെ നടക്കാൻ അറിയാത്തവർ ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കാൻ അർഹരല്ല, അല്ലെ പറ്റാത്ത നിലയിലേക്ക് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ചെറുപ്പക്കാരാണ് ഇവരുടെ കൂടുതൽ പടയാളികൾ. നയിക്കാൻ നല്ല പരിചയസമ്പന്നരായ കപ്പിത്താന്മാരുമുണ്ട്. ദീർഘമായ പ്രസംഗത്തിൽ ഞാൻ ഉൾപ്പെടുന്നില്ല. വളരെ പ്രഗത്ഭരമായ നേതാക്കന്മാർ ധാരാളമുണ്ട്, വിശിഷ്ട വ്യക്തികൾ ധാരാളമുണ്ട്. ഉമ്മൻചാണ്ടി ഇവിടെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയേക്കാൾ സ്വാതന്ത്ര്യം നേടിയ ജനാധിപത്യ ഭരണകൂടങ്ങൾ സ്ഥാപിച്ച രാജ്യങ്ങൾ ലോകത്ത് ധാരാളമുണ്ട്. നമ്മളെക്കാൾ നേരത്തെ തന്നെ വോട്ടവകാശവും ജനാധിപത്യവും പാർലമെൻ്ററി ഡെമോക്രസിയും സ്ഥാപിച്ച രാജ്യങ്ങൾ ലോകത്ത് ധാരാളമുണ്ട്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, ഇന്ത്യയെപ്പോലെ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യം ലോകത്ത് മറ്റൊന്നുമില്ല. ഇന്ത്യയാണ് ലോകത്തിലെ നമ്പർ 1 ജനാധിപത്യ രാജ്യം. എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ചിലപ്പോൾ ചില സന്ദർഭത്തിൻ്റെ പ്രത്യേകതയിൽ പരിഭവം പറയാറുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിലല്ലാതെ വേറൊരു പാശ്ചാത്യ രാജ്യത്തായിരുന്നെങ്കിൽ മാധ്യമം, പത്രത്തിൻ്റെ പുതിയ കുടുംബാംഗമായ നവാജക ഈ ശിശുവിനെ പുറത്തു വരാൻ അനുവാദം കിട്ടുമായിരുന്നില്ല. അതുതന്നെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ്. കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അത് നിർദ്ദേശങ്ങളിൽ കൂടി, വിമർശനങ്ങൾ കൂടി, ചർച്ചകൾ കൂടി, ഡയലോഗിൽ കൂടി പരിഹരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ഓരോ ഘട്ടങ്ങളിലും കൂടുതൽ സമ്പുഷ്ടമാക്കുക, കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതാണ് നമ്മുടെ പാർലമെൻ്റ് കടമ, ജുഡീഷ്യറിൻ്റെ കടമ, മാധ്യമങ്ങളുടെ കടമ. ആ കടമ എല്ലാവരും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യമുണ്ട്, പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ ജനാധിപത്യ സംവിധാനത്തിനകത്തുള്ള ആവശ്യമായ പരിമിതികളാണെന്ന് മനസ്സിലാക്കാതെ ആ പരിമിതികളെ നിയമം മൂലം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ പലപ്പോഴും അപകടത്തിൽ ചാടും. അതുകൊണ്ട് മാധ്യമങ്ങളുടെ വിമർശനങ്ങൾ ചിലപ്പോൾ തലവേദന ഉണ്ടാക്കുന്നതാണെങ്കിലും മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കത്തിനും ഞങ്ങളാരും അനുകൂലമല്ല. മാധ്യമ സ്വാതന്ത്ര്യം അഭംഗുരമാണ്. പിന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ചുമതല നിങ്ങൾക്കുമുണ്ട്. ആരിഫ് അലി സാഹിബ് പറഞ്ഞു, വാർത്തകളുടെ ആ പ്രസിദ്ധീകരിക്കാനുള്ള തിരക്കിനിടയിൽ ഞങ്ങൾ ഒരിക്കലും സത്യം വിസ്മരിക്കില്ലെന്ന്. പക്ഷെ അത് പ്രയാസം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ചാനൽ സുഹൃത്തുക്കളോട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. കാരണം ഇന്ന് അച്ചടി മാധ്യമത്തേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് ചാനൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ. രാവിലെ തുടങ്ങും അവരുടെ പരിപാടി 7 മണിക്ക്. ഞാൻ ഡൽഹിയിൽ നോക്കുമ്പോൾ കാണാം വളരെ -2 ഡിഗ്രിയിലും അവർ പുറത്ത് നിൽക്കും, 46 ഡിഗ്രിയിലും പുറത്ത് നിൽക്കും.
പക്ഷേ അവർക്ക് കിട്ടുന്ന വാർത്ത അപ്പം തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിൽ ഈ ബ്രേക്കിംഗ് ന്യൂസ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കിട്ടുന്ന വാർത്തകൾ ഒരു സെക്കൻഡ് ചാനൽ കൂടിയെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയനെങ്കിലും അറിയാതെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോയാൽ ഒരു ചാനൽ ബ്രേക്ക് ചെയ്യും, അതിൻ്റെ പിന്നാലെ ഒന്നിന് 10 മറ്റെല്ലാവരും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ന്യൂസ് ഒരു യാഥാർത്ഥ്യം. പിന്നെ അതിൻ്റെ അല്പം ഒരു അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പ്രയാസം വരും. അതുകൊണ്ട് ഞാൻ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ പരിപൂർണ അനുകൂലിയാണ്. മാധ്യമങ്ങൾക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും നിയന്ത്രണം വരുന്നതിന് എതിരാണ്. പക്ഷെ നിങ്ങൾ സ്വയം വാർത്തകൾ അച്ചടി മാധ്യമമാകട്ടെ ചാനലാകട്ടെ ഏത് വാർത്തയും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് ഇതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആര് ആ വാർത്ത കില്ല് ചെയ്യാൻ പറഞ്ഞാലും കില്ല് ചെയ്യാതെ ധൈര്യമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതേക്കുറിച്ച് പറയാനുള്ളത് മാധ്യമത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എൻ്റെയും അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഞാൻ ഈ ലക്ഷ്യങ്ങളോടെല്ലാം പൊതുവിൽ യോജിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി മാധ്യമ കുടുംബവുമായി എനിക്ക് നല്ല ബന്ധമാണ്, ഊഷ്മളമായ ബന്ധമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവും ഒരു പത്രമാധ്യമവും തമ്മിൽ ഊഷ്മളമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പരസ്പരം എപ്പോഴും പൂച്ചണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. എന്നെ ധാരാളം മാധ്യമം വിമർശിച്ചിട്ടുണ്ട്, വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് യാതൊരു പരിപാടിയില്ല, ഒരു വിരോധവുമില്ല. കാരണം വിമർശനങ്ങൾക്ക് കൂടി കടന്നു വരുന്നതാണ്. വിമർശകരാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭരണാധികാരികളുടെ ഏറ്റവും വലിയ മിത്രമെന്നാണ് എൻ്റെ വിശ്വാസം. സ്തുതിപാഠകന്മാരല്ല. സ്തുതിപാഠകന്മാർ നമ്മളെ കുഴി ചാടിക്കും. വിമർശകർ പറയുമ്പോൾ നാം ഒന്നുകൂടെ നമ്മൾ ആലോചിക്കും, സൂക്ഷിക്കേണ്ടെങ്കിൽ അബദ്ധമുണ്ടോ, അതുകൊണ്ട് വളരെ സൂക്ഷിക്കും നമ്മൾ. അങ്ങനെ സൂക്ഷിച്ച് പോകുന്നതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. അതിവേഗത്തിൽ പോകുന്നതിനേക്കാൾ അല്പം സൂക്ഷിച്ച് പോകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എപ്പോഴും എൻ്റെ അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാധ്യമങ്ങൾ, പത്രമായാലും ചാനലായാലും, പ്രത്യേകിച്ച് ഭരണാധികാരികളെ, പ്രതിപക്ഷക്കാരുള്ളത്ര പോലും ഒരു ഔദാര്യം ഭരണാധികാരികളോട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഭരണത്തിലിരിക്കുന്നവർ വിമർശിക്കപ്പെടേണ്ടവരാണ്, വിമർശനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ നിലപാടുകൾ വിമർശിക്കപ്പെടേണ്ടി വരും. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഞങ്ങളുടെ ബന്ധം അങ്ങനെയാണ്. ഞാനെടുത്ത ചില നിലപാടുകൾ മാധ്യമത്തിന് സ്വീകാര്യപരമായി വന്നപ്പോൾ എന്നെ പരുക്കൻ ഭാഷ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ മുഖം കറുപ്പിച്ചിട്ടില്ല. 25 വർഷത്തിനിടയിൽ നിരന്തരമായി മാധ്യമത്തിൻ്റെ ഏറ്റവും കൂടുതൽ പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. ആ സൗഹാർദ്ദം നിലനിർത്തുന്നുണ്ട്. എനിക്ക് മാധ്യമ നിലപാടുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ പരസ്യമായി പറയാറില്ല. എനിക്കിന്നത്ര ഇന്നത്തെ അത് ശരിയായില്ല എന്ന് കാണുമ്പോൾ ഞാൻ പറയും, അത് വേണമായിരുന്നു, അത് അല്പം കടന്നുപോയി എന്ന് ഞാനും പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല ഊഷ്മളമായ ബന്ധമാണെങ്കിലും അതിൻ്റെ അർത്ഥം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യശ് പറയുന്നവരല്ല. അവരെന്നെ വിമർശിക്കും, ഞാൻ അവരെ വിമർശിക്കും. എന്നാലും എൻ്റെ വിശ്വാസം കേരളത്തിലെ പത്രങ്ങളിൽ നല്ല ഒരു പത്രമാണ് മാധ്യമം എന്ന് വിശ്വസിക്കുന്നത്. ആ പത്ര കുടുംബത്തിൽ നിന്നാണ് മീഡിയ വൺ ഇന്ന് ജനിച്ചിരിക്കുന്നത്. ഈ മീഡിയ വൺ തീർച്ചയായും ആ പാരമ്പര്യം നിലനിർത്തി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ തീർച്ചയായും സ്വീകാര്യമായ ലക്ഷ്യങ്ങളാണ്. സ്വാഭാവികമായും മാധ്യമത്തിൻ്റെ ഊർജം നിൽക്കുന്നത്, ഊർജ സ്രോതസ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളാണ്. സ്വാഭാവികമായും ആ സ്രോതസ്സിൻ്റെ ന്യായമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് മാധ്യമത്തിൻ്റെ കടമയാണ്. ഞങ്ങളുടെ മീഡിയ വൺ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ന്യായമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നതിനായി ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആർക്കെങ്കിലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണോ? ഞാനും പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതുപോലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ 2 ഇന്ത്യയാണ്. തിളങ്ങുന്ന ഇന്ത്യ, കറുത്ത ഇന്ത്യ, അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ, എല്ലാ ആധുനിക പരിഷ്കൃത ലക്ഷറി സാധനങ്ങൾ വരെ അനുഭവിക്കാൻ അവകാശമുള്ള, സൗകര്യമുള്ള, സാമ്പത്തിക ശക്തിയുള്ള ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു.
യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ എടുത്താൽ മുഴുവൻ യൂറോപ്പിൽ അത്രയും ജനസംഖ്യ ഇന്ത്യയിലെ മധ്യവർഗത്തിലുണ്ട്. ആ മധ്യവർഗത്തിൽ ഉയർന്ന മധ്യവർഗം, സാധാരണ മധ്യവർഗം. പക്ഷെ അതുപോലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വികസനത്തിൻ്റെ ആനുകൂല്യങ്ങൾ വിഹിതം കിട്ടാത്ത മറ്റൊരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ന് പഴയ പോലെ പ്രവർത്തിക്കാൻ ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കോ സമുദായ സംഘടനകൾക്കോ കഴിയാത്ത ഫലമായിട്ടാണ് പലപ്പോഴും പലരും വഴിതെറ്റിക്കപ്പെടുന്നത്, മറ്റ് പാളയങ്ങളിലേക്ക് പോകുന്നത്. അവിടെ സ്വാഭാവികമായും പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് മാധ്യമം പറഞ്ഞതിനോട് എനിക്ക് തർക്കമില്ലെന്ന് മാത്രമല്ല, ഞാൻ അടിവരയിട്ട് ഞാൻ അതിനോടും യോജിക്കുകയാണ്. മറ്റു നിങ്ങൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും. ഏറ്റവും അവസാനമായി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ന്യൂനപക്ഷ പിന്നോക്ക പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ കേരളത്തിൽ സമുദായ മൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുക മീഡിയ വണ്ണിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇന്ന് കേരളത്തിൽ സമുദായ മൈത്രിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ പലപ്പോഴും പല കേന്ദ്രങ്ങളിൽ നിന്നും സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ധാരാളമായി നടക്കുന്നുണ്ട്. അത് ഈ നാടിന് ആപത്താണ്. ഞാൻ പലയിടങ്ങളിലും വീണ്ടും ആവർത്തിക്കുകയാണ്. എല്ലാവരും കൂടെ കളിച്ച് കേരളം പണ്ട് വിവേകാനന്ദൻ പറഞ്ഞ രണ്ടാം ഭ്രാന്താലയമായി മാറ്റാതിരിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, സമുദായ സംഘടനകൾക്ക്, വാർത്താ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കടമയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുക, സമുദായ നീതിയും സാമൂഹ്യ നീതിയും വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അവസാനമായി കൂടി ഞാൻ പറയുന്നു, പലപ്പോഴും പലതെടുത്തിട്ടുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം നാം പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. വടക്കേ ഇന്ത്യയിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളത്, എൻ്റെ ഉറച്ച വിശ്വാസമാണ്. വടക്കേ ഇന്ത്യയിലെ സാമുദായിക സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ആ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ സമീപകാലത്ത് വന്നിരിക്കുന്ന സമുദായങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിൽ വന്നിരിക്കുന്ന കോട്ടം പരിഹരിക്കുവാൻ, സമുദായങ്ങൾക്കിടയിൽ വർദ്ധിച്ച സ്പർദ്ധ പരിഹരിക്കുവാൻ കേരളീയ സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കടമയുണ്ട്. രാഷ്ട്രീയക്കാർ കടമയുണ്ട്, മാധ്യമങ്ങൾ കടമയുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ സമുദായ സൗഹാർദ്ദവും നിലനിർത്തുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് മീഡിയ വണ്ണിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ചതിൽ ഞാൻ സന്തോഷമുണ്ട്. കാരണം എനിക്ക് സംശയമില്ല, ഈ ചാനൽ കേരളത്തിലെ വളരെയേറെ ജനപ്രീതി കിട്ടുന്ന ഒരു ചാനലായി വളർന്നു വരും എന്നെനിക്ക് യാതൊരു സംശയമില്ല. ആ ഒരു ചാനലിൻ്റെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകുന്നത് അത് കേരളത്തിൻ്റെ ഭാവിക്ക് ശുഭോദർക്കമായ ഒരു ലക്ഷണമായി ഞാൻ കാണുകയാണ്. ഞാൻ ആദ്യം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പറഞ്ഞു പോയി. കാരണം ഉമ്മൻചാണ്ടി കുറച്ചേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയേണ്ടത് ഞാൻ കരുതിയതാണ്. പക്ഷേ പിന്നെയും ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് പറയുന്നില്ല, കൂടിപ്പോയിരിക്കുന്നു. ആദ്യം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ടൈം ഞാൻ എടുത്തു. ഇനി ധാരാളം പ്രാസംഗികർ പ്രസംഗിക്കാറുണ്ട്. ഞാനൊരു കലവറയില്ലാതെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലുള്ള മലയാളികൾ, ഇന്ത്യയിലുള്ള മലയാളികൾ, ലോകമാസകളെ ചിന്നി ചെതറി കിടക്കുന്ന മലയാളി കുടുംബങ്ങൾ, മലയാളി കൂട്ടായ്മ മീഡിയ വണ്ണിനെ സഹർഷം സ്വാഗതം ചെയ്യണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ കോഴിക്കോടുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലുള്ള മലയാളികൾക്ക് മാത്രമല്ല, ലോകമാസയിലുള്ള മലയാളി കുടുംബങ്ങളുടെ സദസ്സുകളിലേക്ക്, കുടുംബ സദസ്സിലേക്ക് ഞാൻ ഈ മീഡിയ വണ്ണിനെ സ്വാഗതം ചെയ്യുന്നു, അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ ആശംസകൾ. നമസ്കാരം. ജയ് ഹിന്ദ്.